ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ എപ്പിസോഡ് ഇടാനായിട്ട് കുറച്ച് ലൈറ്റായിട്ട് പോയിട്ടോ, എന്നാലും നല്ലൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൗൻരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കേട്ട് നോക്കിയാലോ അല്ലേ. അങ്ങനെ നമ്മുടെ കിരൺ അമലിനോട് സംസാരിക്കുകയാണ്. അമലു, ദേ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പിന്നെ ചില കാര്യങ്ങളും കൂടി തീരുമാനിക്കാനും ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, ദേ നിൻ്റെ ചെറുക്കനില്ലേ വേലുവിന് ഞാൻ കുറേ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ കിരൺ സാറേ, ദേ കല്യാണി മേഡവും എനിക്ക് ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ആഭരണങ്ങളും ഒക്കെ എടുത്തു തന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേ ഈ കിരൺ സാറേ എന്നുള്ളൊരു വിളിയില്ലേ, അതങ്ങോട്ട് നിർത്തിയേക്കാമല്ലോ. എന്നിട്ടേ കിരൺ ചേട്ടാ എന്ന് വിളിച്ചാൽ മതി, അതാണ് എനിക്കിഷ്ടം. ഈ സാറേ എന്ന് വിളിക്കുമ്പോഴേ ഒരുപാട് അകലച്ചയാണ് തോന്നുന്നത്. അതുകൊണ്ട് കിരണേട്ടാ എന്ന് മാത്രം വിളിച്ചാൽ മതി എന്ന് പറയാണ്. ശരിയെന്ന് അമലും പറയാണ്. അല്ല, എന്തിനാണ് കല്യാണി ചേച്ചി എനിക്ക് ഇത്രയും ആഭരണങ്ങളെല്ലാം എടുത്തു തന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ പറയാന്നേ, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. അത് അമലിനോട് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയാണ് സംസാരിക്കാനുള്ളത് എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ കിരണേട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേലുവിനെ വിളിക്കാം. അപ്പോൾ ദേ വേലുവിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് വേലു വരികയാണ്. അവൻ വന്നല്ലോ, ഇപ്പം ഏതായാലും പറ്റിയ സമയം തന്നെയാണ്. അപ്പോൾ വേലു പറയാണ്, അതെ അമലു, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. എനിക്ക് ഈ കിരൺ സാറേ കുറേ ഡ്രസ്സുകളെല്ലാം മേടിച്ചു തന്നു, പുത്തൻ ഡ്രസ്സുകൾ, അതും ഒരുപാട് വില കൂടിയ ഡ്രസ്സുകളൊക്കെ എനിക്ക് മേടിച്ചു തന്നു എന്ന് പറയാണ്. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കിരൺ സാറേ എന്ന് വിളിക്കരുതെന്ന്. കിരണേട്ടാന്ന് വിളിക്ക്, പിന്നെ കല്യാണിയെ മേഡോന്നും വിളിക്കണ്ട, കല്യാണി ചേച്ചിന്ന് വിളിച്ചാൽ മതി. അത് പിന്നെ സാറേ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി, പെട്ടെന്ന് അത് മാറ്റണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റണം, അല്ലെങ്കിലേ ഞങ്ങൾക്ക് ഭയങ്കര അകൽച്ചയായിട്ട് തോന്നുള്ളൂ. അതുകൊണ്ട് ഇനി കിരണേട്ടാന്നും കല്യാണി ചേച്ചിന്നും ഒക്കെ വിളിച്ചാൽ മതി. മനസ്സിലായല്ലോ? ശരി എന്ന് പറയാ. അപ്പോൾ നമ്മുടെ അമലവും പറയാണ്, അതെ വേലുവണ്ണ, എനിക്കും കല്യാണി ചേച്ചി ഒരുപാട് ആഭരണങ്ങളെല്ലാം മേടിച്ചു തന്നു. ഇതൊക്കെ എന്തിനാ മേടിച്ചു തന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി പറയട്ടെ എന്തിനാണ് നിങ്ങൾക്ക് അതെല്ലാം മേടിച്ചു തന്നതെന്ന്. അതെ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. ഇത് കേട്ടതും ഈ വേലുവിന് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ അമലുവിന് ചെറിയൊരു ടെൻഷനൊക്കെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയ്യോ സാറേ, കല്യാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വേലു. എന്താടാ കല്യാണം എന്ന് കേട്ടപ്പോൾ നിനക്കൊരു ടെൻഷൻ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരുടെ കല്യാണം നടത്തിയിട്ട് നിങ്ങളെ ഊരിലേക്ക് വിടാനാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. അയ്യോ മാമിയൊന്നും ഇല്ലല്ലോ, അതിനു മുമ്പ് തന്നെ കല്യാണം? എടാ, അവരെയൊക്കെ വിളിച്ച് വരുത്താന്നേ. അതിനിപ്പോൾ എന്താണ് പ്രശ്നം? അവരോട് വരാൻ പറഞ്ഞാൽ അവർ വരില്ലേ? ഇവിടെ വെച്ച് ആ ചടങ്ങ് നടത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. കല്യാണിയൊക്കെ അത് നിന്നോടും അമലിനോടും ഒക്കെ പറയാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഞാൻ പറയണ്ടേ? അപ്പോൾ നമുക്ക് ഈ ചടങ്ങ് എത്രയും പെട്ടെന്ന് നടത്തണം. അതിനു വേണ്ടി തന്നെയാണ് അമലുവിന് ആഭരണങ്ങളും നിനക്ക് ഞാൻ ഡ്രസ്സുകളും ഒക്കെ എടുത്തു തന്നത്. അപ്പോൾ അമലുവിന് അത്ര വലിയ സന്തോഷമൊന്നും തോന്നില്ല. എന്താ അമലുവിൻ്റെ മുഖത്തൊരു സങ്കടം. അത് പിന്നെ കിരണേട്ടാ, അതെ അച്ഛൻ മരിച്ചതല്ലേ ഉള്ളൂ, മരിച്ചിട്ട് അധികം ആയില്ലല്ലോ, അതിനു മുമ്പ് തന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അത് പറയട്ടെ, ദേ ഇപ്പൊ ദിലീപിൻ്റെ അച്ഛൻ മരിച്ച് അസ്ഥി ഒഴുക്ക് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം നടത്തില്ലേ? അതിനു മുമ്പ് മരിച്ചല്ലേ അമലുവിൻ്റെ അച്ഛൻ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഈ ചടങ്ങ് എത്രയും പെട്ടെന്ന് നടക്കണം. പിന്നെ ഈ ചടങ്ങ് പെട്ടെന്ന് നടത്തേണ്ടതും അമലുവിൻ്റെയും കൂടി ആവശ്യമാണേ. അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ കിരണേട്ടാ, എന്നാലും അങ്ങനെയൊക്കെ എങ്ങനെയാണ് നടത്തുന്നത്? വേലു, അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഇനി ഒരു തടസ്സവും ഇല്ല. നിങ്ങളുടെ കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടത്തിയിട്ട് പറഞ്ഞു വിടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ കല്യാണം നടന്നു കഴിയാൻ നേരത്ത് അമ്മയ്ക്കും കൂടി അതൊരാശ്വാസം. അല്ലെങ്കിൽ അമ്മയും ബാക്കിയുള്ളവരെല്ലാവരും നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിക്കണമെന്ന് നേരത്തെ കരുതി വെച്ച കാര്യമല്ലേ? അപ്പോൾ അത് നടത്തിയെന്ന് വിചാരിച്ച് എന്താണ് പ്രശ്നം? ശരി സാറേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ അതിങ്ങോട്ട് വന്നിട്ട് കല്യാണ അടുത്തേക്ക് പോകാം, എന്നിട്ട് അവിടെ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സംസാരിക്കാം. ഇതേ കല്യാണത്തിന് സംഭവം തന്നാണേ, ഇനി അതിൽ നിന്ന് പിന്മാറാനായിട്ട് പാടില്ല. അമലുവിന് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ഈ കല്യാണിയും അതേപോലെ തന്നെ കാദംബരിയും മുത്തശ്ശിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശി പറയണം, എൻ്റെ പൊന്നുമോളെ, അവരുടെ കല്യാണം കഴിഞ്ഞല്ല, കാർത്തികയുടെയും അതേപോലെ തന്നെ ദിലീപിൻ്റെയും ആ കല്യാണം കഴിഞ്ഞപ്പോഴേ എനിക്ക് സമാധാനമായത്. പ്രകാശിനും അതിലേറെ സമാധാനമായി.
അല്ലെങ്കിൽ ആ ഗംഗാപ്രസാദിനെ ആലോചിച്ച് മനുഷ്യൻ്റെ മനസ്സ് മടുത്താനായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ ഇവര് എല്ലാവരും കൂടി വരുന്നത്. അപ്പോൾ കല്യാണി ചോദിക്കണം, എന്താ കിരണേട്ടാ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ആ കല്യാണി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും എന്തോ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ വേണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുക. എന്താ മോളെ, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശി അതെ ഇവിടെ ഒരു ചടങ്ങ് കൂടി നടക്കാനായിട്ട് പോവാണ്. ചടങ്ങോ? ഇവർ രണ്ടുപേരുടെയും കല്യാണം നടത്താമെന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു. അതേതായാലും നല്ല കാര്യം തന്നെയാണ് മോളെ. ആ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുന്നതാണ് എല്ലാവർക്കും സമാധാനം തരുന്ന കാര്യം. അമലു ഇപ്പം മനസ്സിലായില്ലേ കല്യാണി വെറുതെ അല്ല സ്വർണം തന്നേന്ന്, ഇപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നാലും ഇത്രയും സ്വർണ്ണമൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം. അതൊന്നും കുഴപ്പമില്ല, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും. ഇനി നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അപ്പോൾ കിരണാണെങ്കിൽ ഞാൻ ഇവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്, പക്ഷേ ഇവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വേലുവിനെ നോക്കിയിട്ട്, അല്ല വേലുവിൻ്റെ മുഖത്ത് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ അമലു നിനക്കാണല്ലോ സന്തോഷക്കുറവുള്ളത്. നിനക്ക് എന്തു പറ്റി? എന്താ വേലുവിനെ കല്യാണം കഴിക്കാനായിട്ട് നിനക്ക് താല്പര്യമില്ലേ അമലു എന്ന് ചോദിക്കുമ്പോൾ അമലു ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ വേലു ആണെങ്കിൽ അത് വേറൊന്നും കൊണ്ടല്ല, അവളുടെ അച്ഛൻ മരിച്ചതല്ലേ, അപ്പം അതിൻ്റെതായ ഒരു സങ്കടമാണ് അവളുടെ മനസ്സിൽ എന്ന് പറയണം. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. ഇനി അച്ഛൻ്റെ ആത്മാവിനും കൂടി ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടണമെങ്കിൽ അമലു നിന്റെ കല്യാണം കഴിയണം, എന്നാലേ ആത്മാവിന് ശാന്തി സമാധാനം ഒക്കെ കിട്ടുള്ളൂ. അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ അല്ലെങ്കിലും എത്രയും പെട്ടെന്ന് അമലുവിൻ്റെ കല്യാണം നടക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ മറ്റേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ കല്യാണി കണ്ണും പിടിച്ച് കാണിക്കണം, വേണ്ട മുത്തശ്ശി പറയല്ലേ. അപ്പം മുത്തശ്ശി അവിടെ വിഷയം മാറ്റുകയാണ്. അത് വേറെതും കണ്ടല്ല അമൽ, ഇപ്പം തന്നെ നിനക്ക് കല്യാണപ്രായം കഴിഞ്ഞല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് വേലുവിനുമായിട്ടുള്ള കല്യാണം നടക്കണം. വേലു ആണെങ്കിൽ ആഗ്രഹിച്ച് നടക്കുകയല്ലേ. അവൻ എത്ര നാളും കൊണ്ടാണ് ഈ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ച് നടക്കുന്നത് എൻ്റെ അമലുവേ. ഇനി അച്ഛനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട, മരിച്ചവരൊന്നും തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായ ചടങ്ങിലും ആ ഒരു രീതിയിലും അങ്ങോട്ട് നടക്കണമെന്നേ ഇവർ പറയുന്നത്, നീ അങ്ങോട്ട് അനുസരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി നിർത്ത്, ഇനി ഇവർ തീരുമാനിക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇനി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക, ഇനി അതായിരിക്കും നല്ലത്. ഒറ്റയ്ക്ക് ചെല്ല്, എന്നിട്ട് രണ്ടുപേരും കൂടി സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരെയും പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയാണല്ലോ, അയ്യോ പാവം അല്ലേ, ഒരു പാവം പിടിച്ച പെണ്ണാണ് അമലു. അതേ മുത്തശ്ശി, അമലു ഒരു പാവം തന്നെയാണ്. ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെയൊക്കെ പറ്റിക്കാനായിട്ട് ആണുങ്ങൾക്ക് പെട്ടെന്ന് കഴിയും. അവൾ അതുകൊണ്ടാണ് ഒരു ചതിക്കുഴിയിലോട്ട് വീണ് പോയത്. ഇനിയും അങ്ങനൊരു സംഭവമൊന്നും ഇനി ഉണ്ടാകാനായിട്ട് പാടില്ല മുത്തശ്ശി. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. വേലുവിനെ തന്നെ അവൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ, അപ്പോൾ അവൾക്ക് വേറൊരു ചിന്തയും അവളുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരില്ല എന്നൊക്കെ കല്യാണി പറയുക. അങ്ങനെ വേലുവും അമലുവും കൂടി നേരെ ഒരു റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേലു ചോദിക്കുകയാണ്, എന്താ മോളെ നിന്റെ തീരുമാനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എനിക്കറിയില്ല വേലുവേട്ടാ, അമ്മ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? മാമി അറിഞ്ഞു കഴിയുമ്പോൾ ഒന്നും പറയാനായിട്ടൊന്നും പോകുന്നില്ല. മാമിക്ക് അത് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാനൊക്കെ എപ്പോഴും ഒരുക്കം തന്നെയാണ്. നിന്റെ മനസ്സിലുള്ളത് പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ ഒരു കാര്യത്തിന് മാത്രമേ എനിക്ക് നിന്നോട് ഒരു സംസാരിക്കാനുള്ളൂ. കാരണം ഗംഗാപ്രസാദിനെ പോലെ ഒരുപാട് പേരുകളെല്ലാം ഇനി കാട്ടിലേക്കൊക്കെ കടന്നു വരും. ഗംഗാപ്രസാദ് നിന്റെ മനസ്സ് മാറ്റിയതാണല്ലോ, അതേപോലെ ഇനി വേറെ ആരെങ്കിലും നിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നെ മറക്കരുത്, നിന്റെ മനസ്സ് മാറിപ്പോകോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ, എന്നെ ചതിക്കരുത് എന്നൊക്കെ വേലു വളരെയേറെ സങ്കടത്തോടുകൂടി തന്നെ പറയാം. അപ്പോൾ വേലുവിൻ്റെ ആ ഒരു സംസാരവും രീതികളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമലുവിന് സങ്കടം തോന്നി. അമലു ആണെങ്കിൽ വേലുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നിട്ട് പറയാണ്, വേലുവേട്ടാ നമ്മൾ രണ്ടുപേരുടെയും കല്യാണം നടക്കും, പക്ഷേ അവനെ പേടിക്കണ്ടേ, ആ ഗംഗാപ്രസാദിനെ നമ്മളായിട്ട് ആർക്കൊരു ശല്യം ഉണ്ടാക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് വേലുവിനറിയാലോ ഗംഗാപ്രസാദിൻ്റെ ഒരു ശല്യം ഇനി ഉണ്ടാവില്ല, ഗംഗാപ്രസാദ് മരിച്ചെന്ന് വേലുവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ മോളെ ഇവർ ഇത്രയും സ്വർണ്ണങ്ങളും ഇതെല്ലാം എടുത്തു തന്നു, ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അവർ പറയുന്നത് എന്താണോ അതിനനുസരിച്ച് നമുക്കിനി നടന്നാൽ മതി. അതുകൊണ്ട്
ഇനിയിപ്പോൾ താലി വേണം, താലി എടുത്തിട്ടില്ല. താലിയാണല്ലോ ശരിക്കും സ്വർണത്തിൽ വേണ്ടത്. അയ്യോ വേലുവണ്ണ, ഇനി താലിയും കൂടെ എടുത്തു തരാൻ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട. നമുക്കൊരു മഞ്ഞച്ചരട് എടുക്കാം. ഏതായാലും അവർ തീരുമാനിക്കട്ടെ. അമലു, ചരട് അവർ കൊണ്ടുവരുമായിരിക്കുമല്ലോ. അവർ മനസ്സിലാക്കിക്കോളും. നമ്മളുടെ താലിയുടെയും നമ്മുടെ കല്യാണം എങ്ങനെ നടക്കണമെന്നും എവിടെ വെച്ച് നടക്കണമെന്നൊക്കെ അവർ തീരുമാനിച്ചോളും. അവർ പറയുന്നത് എന്താണോ അതനുസരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു. ഇതേപോലുള്ള സ്നേഹമുള്ള മനുഷ്യരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലുള്ള മനുഷ്യരൊക്കെ ക്രൂരന്മാരെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കല്യാണ ചേച്ചിയെയും കിരണേട്ടനെയും പോലെയുള്ള ആൾക്കാരെയൊക്കെ കിട്ടിയത് നമ്മളുടെ ഭാഗ്യം തന്നെയാണ് അമലു എന്നും പറഞ്ഞുകൊണ്ട് ഈ അമലുവിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. അമലുവിന് നമ്മുടെ വേലുവിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഭയങ്കര സ്നേഹമാണ് അമലുവിനോട്. അമലുവിന് ഇപ്പോൾ നമ്മുടെ ഇതിനോട്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ദിലീപിനെയും അതേപോലെ തന്നെ കാർത്തികയാണ്. അപ്പോൾ ദിലീപും കാർത്തികയും കൂടി വിരുന്നിന് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ദിലീപിൻ്റെ അമ്മ വന്നിട്ട് പറയുകയാണ്, മോനെ സൂക്ഷിക്കണം കേട്ടോ, അതേ അവൻ്റെ ശല്യം ഇതുവരെ അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇനിയാണ് അവൻ്റെ ശല്യം തുടരാനായിട്ട് പോകുന്നത്. കാരണം അവനിനി വൈരാഗ്യമൂർത്തിയായിട്ടായിരിക്കും തിരിച്ചു വരാനായിട്ട് പോകുന്നത്. എനിക്ക് പേടിയാണ് മക്കളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മയ്ക്ക് പേടിയാണോ? അമ്മയ്ക്ക് പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളോടൊപ്പം അമ്മയും വാ. അപ്പോൾ ആ ഒരു പേടി അവസാനിക്കുമല്ലോ. അപ്പോൾ കാർത്തികയാണെങ്കിൽ അത് ശരിയാണമ്മേ, വീട്ടിലിരിക്കുമ്പോഴാണ് പേടി തോന്നുന്നത്. ഞങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ ഒരു പേടിയും തോന്നിയില്ല. നമ്മൾ അകലയിലേക്ക് പോകുമ്പോഴേ വീട്ടിലുള്ളവർക്ക് ഒരു മനസ്സമാധാനമൊക്കെ ഒന്നും ഉണ്ടാവില്ല. അതും അമ്മയ്ക്ക് സംഭവിക്കുന്നു. അമ്മ ഞങ്ങളോടൊപ്പം വാ എന്ന് പറയുകയാണ്. അയ്യോ അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിങ്ങൾ വിരുന്നിന് പോകുന്നല്ലേ? അപ്പോൾ വിരുന്നിന് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വന്നാൽ മതി. അമ്മേ ദേ ഗംഗാപ്രസാദ് അല്ല ആര് വന്നാൽ ഇനി ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഞങ്ങളുടെ കല്യാണം നടന്നില്ലേ, അതിനെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. മീഡിയക്കാർ വരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് മോനെ. കാരണം ആ പെൺകുട്ടിയെ നീ കൈവിട്ടില്ലല്ലോ. നിന്റെ ധൈര്യം സമ്മതിച്ചു തന്നിരിക്കുന്നു. ഈ ഒരു നാടകത്തിലൂടെയെങ്കിലും ആ പെണ്ണിനെ നീ സ്വന്തമാക്കിയില്ലേ എന്നൊക്കെ എത്ര പേരമ്മേ പറയുന്നതെന്ന് അറിയാവോ? ആരും നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. പിന്നെ കാർത്തൂനെ കുറിച്ചും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അവെന്താ അമ്മയ്ക്ക് അത് പോരെ? ഇത്രയും സമാധാനപ്പെടാനുള്ള കാര്യങ്ങൾ പോരെ അമ്മ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോളെ അതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. എന്നാലും ഇല്ല. അമ്മ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുക. ഞങ്ങൾക്കൊന്നും വരില്ല. ഇനി നാട്ടുകാരൊക്കെ നമ്മുടെ സപ്പോർട്ടായി. ഇനി ആരെ പേടിക്കാനാ? ആ ഗംഗയോ അവനൊന്നും ഇനി വരാൻ പോലെ. ഇത്രയൊക്കെ നടക്കാമെങ്കിൽ ഇനി മുന്നോട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയും. അതേ മക്കളെ, അത് തന്നെയാണ് ഈ അമ്മയുടെ ആഗ്രഹം. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം, കണ്ടാൽ മതി അമ്മയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പറഞ്ഞയക്കുകയാണ്. നിങ്ങൾ പോയിട്ട് വന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുകയാണ്. സമയം തന്നെ കല്യാണ വീട് കാണിക്കുകയാണ്. ലക്ഷ്മിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. മോളെ കല്യാണി അവളെ വിളിക്കുമെന്ന്, അവർ പുറപ്പെട്ടോ എവിടെ എത്തിയെന്നൊന്നൊക്കെ ചോദിക്കുക. എൻ്റെ പൊന്ന് ലക്ഷ്മി അമ്മേ, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് അവരെ വിളിക്കുന്നത്? എപ്പോഴെപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു ശല്യമായിട്ട് മാറൂലേ? എന്തിനാണെന്ന് എപ്പോഴെപ്പോഴും വിളിക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല എന്നും പറയാണ്. അതല്ല, അവർ വരുന്നാൽ ഇനി ആ ഗംഗാപ്രസാദിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവുമെന്നാണ് എനിക്ക് പേടി. ഇതൊക്കെ ഇടഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ അവൻ്റെ ശല്യം ഇനി ഉണ്ടാവില്ല. എന്താ കിരണേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടല്ലോ. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അല്ല, കല്യാണം കഴിഞ്ഞല്ലോ. അവന് അങ്ങനെയാണെങ്കിൽ എപ്പോഴേ വരേണ്ടതായിരുന്നു ഇവിടെ. അവനെവിടെയോ നാട് കിട്ടു പോയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല. അവനെല്ലാം ഉറപ്പിച്ചിട്ടേ അവിടുന്ന് പോകുള്ളൂ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അവൻ്റെ ചെവിയിൽ ഈ വാർത്ത എത്തിയിട്ടുണ്ടാവും. അവനെ ഓർത്തിട്ടാണ് എനിക്ക് പേടി. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർത്തികയും ദിലീപും വരികയാണ്. അവർ വന്നല്ലോ. സമാധാനമായ ലക്ഷ്മിക്കും അമ്മയ്ക്ക്. ഇവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എൻ്റെ പൊന്നെ, നിങ്ങൾ ഇപ്പോഴെങ്കിലും എത്തിയത് നന്നായി. ഇവിടെ ലക്ഷ്മി അമ്മയാണെങ്കിൽ അവരെ വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടാണ്. എൻ്റെ അമ്മ എത്ര പ്രാവശ്യം ഞങ്ങളെ വിളിച്ചായിരുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ. എന്നാലും എൻ്റെ പൊന്നുമോൾ ഒരു മനസ്സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം സമാധാനമായില്ലേ? ഇനി അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അതെ, നിങ്ങളെ വിളിപ്പിച്ചതേ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കുമെന്ന് പറയണേ. ചടങ്ങ് നടക്കുമെന്നോ? അതെ, എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കാനായിട്ട് പോവുകയാണ്. ഇനി ഏത് ചടങ്ങാണ്?
ഇനി ഗംഗാപ്രസാദിന്റെ ശല്യം അവസാനിച്ചെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ചടങ്ങ് കൂടി നടത്തണോ, അവൻ മണത്തറിഞ്ഞിട്ടൊക്കെ വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കിരൺ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ പറയാണ്, ഗംഗാപ്രസാദോ അവൻ മണ്ണോട് മണ്ണായി തീർന്നു കഴിഞ്ഞ് ഇപ്പം അവൻ പുഴുത്ത് ആരിച്ചിട്ടുണ്ടാവും. ആ ശരീരം ഇനി എവിടെ വരാനാണ് എന്ന് നമ്മുടെ കിരൺ മനസ്സിലിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ, ബൈ.